ഇങ്ങനെ പോയാൽ കേരളത്തിലെ കോൺഗ്രസ് എങ്ങോട്ട്? സർക്കാർ ഒരു വഴിക്ക്, പാർട്ടി വേറൊരു വഴിക്ക്. സർക്കാർ മുന്നോട്ട്, പാർട്ടി പിന്നോട്ട്. ഏകോപനമില്ല, തമ്മിലടി എന്ന പരാതി ശക്തം. സർക്കാർ മുന്നോട്ട്, പാർട്ടി പിന്നോട്ട്. ഏകോപനമില്ല എന്ന പരാതി ശക്തം. ഭരണത്തിലെ ചില നടപടികൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നും ചില ചോദ്യങ്ങൾ ഉയർന്നതോടെ സർക്കാരും പാർട്ടിയും തമ്മിലുള്ള ഏകോപനം ഉറപ്പുവരുത്തണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമായി. കഴിഞ്ഞ KPCC യോഗം ഇതിനായി സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചെങ്കിലും 3 ആഴ്ച പിന്നിട്ടിട്ടും ഘടന സംബന്ധിച്ച ചർച്ച തുടങ്ങിയിട്ടില്ല. പുതിയ KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച ചർച്ചകളും തുടങ്ങിയെടുത്തു തന്നെ. KPCC ആസ്ഥാനം ഏറെക്കുറെ അനാഥമാണ്. മന്ത്രി തിരക്കുകൾക്കിടെ പ്രസിഡന്റ് സണ്ണി ജോസഫ് അവിടെ ചില ദിവസങ്ങളിൽ വന്നു പോകാറുണ്ട്. സർക്കാരിലെ വിവിധ പദവികൾ ആഗ്രഹിക്കുന്നവർ പാർട്ടിയുടെ പിന്തുണ കൂടി തേടി ഓഫീസിലേക്ക് കൂട്ടത്തോടെ എത്തുന്നു. അവരോട് DCCകളിൽ പോയി കത്ത് വാങ്ങാൻ നിർദ്ദേശിച്ച് മടക്കുകയാണ് രീതി. ഇത്തരത്തിൽ കുറേയധികം അപേക്ഷകളും ബയോഡേറ്റകളും KPCC ഓഫീസിലുണ്ട്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ പാർട്ടിക്ക് റോളില്ലായിരുന്നു. അതിനായുള്ള മാർഗരേഖ പോലും പേരിന് പോലും തയ്യാറാക്കാൻ പാർട്ടി മെനക്കെട്ടില്ല. മറ്റ് രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവർ സ്റ്റാഫിൽ കൂടുന്നുവെന്ന പരാതികൾ ഉയരുകയും ചെയ്തു. അഭിഭാഷക നിയമനത്തിലടക്കം സമാനമായ പരാതികളുണ്ട്. മന്ത്രിയായപ്പോൾ തന്നെ ഒഴിയാനുള്ള സന്നദ്ധത സണ്ണി ജോസഫ് AICC അറിയിച്ചിരുന്നു. പിൻഗാമിയാകാൻ 1 ഡസനോളം പേർ രംഗത്തുമുണ്ട്. ചിലരെല്ലാം ഇതിനകം തങ്ങളുടെ അർഹത ഹൈക്കമാൻഡിനെ നേരിട്ട് ബോധ്യപ്പെടുത്താനും ശ്രമിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കേരളത്തിൽ തമ്പടിച്ച് പ്രവർത്തിച്ചിരുന്ന AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി പിന്നീട് കേരളത്തിൽ കേന്ദ്രീകരിക്കുന്നില്ല. AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കേരളത്തിലെ ഈ സംഘടനാ കാര്യങ്ങൾ പരിഹരിക്കാൻ മുൻകൈ എടുത്തിട്ടുമില്ല. വിദേശത്തുള്ള രാഹുൽ ഗാന്ധി 10-ന് മടങ്ങിയ ശേഷം ചർച്ചകൾ പുനരാരംഭിക്കുമെന്നാണ് സൂചന. 7 DCC പ്രസിഡന്റുമാർ MLA-മാരായതോടെ പകുതിയോളം ജില്ലകളിൽ പാർട്ടിക്ക് ഫലത്തിൽ നാഥനില്ലാത്തതാണ് സ്ഥിതി. ആക്ടിംഗ് DCC പ്രസിഡന്റുമായിരുന്നയാൾ MLA കൂടിയായി മാറിയ തിരുവനന്തപുരത്ത് പുതിയ മുഖ്യമന്ത്രിക്ക് ഇതുവരെ പാർട്ടിയുടെ വക സ്വീകരണം പോലും നൽകാനായിട്ടില്ല. പ്രസിഡന്റ് പദത്തിൽ സണ്ണി ജോസഫിനെ സഹായിച്ചിരുന്ന വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാറും PC വിഷ്ണുനാഥും മന്ത്രിമാരായതിൻ്റെ തിരക്കുകളിലാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദം കൂടി വഹിക്കുന്നതിനാൽ മന്ത്രിയായ OJ ജനീഷിന് PSക്കെതിരെ പരസ്യമായി പ്രസ്താവന ഇറക്കേണ്ടി വന്നു. പാർട്ടിയിലും പോഷക സംഘടനകളിലും കാര്യമായ അഴിച്ചുപണി വേണ്ടിവരുമെന്ന് വ്യക്തം. അതേസമയം ബോർഡ് കോർപ്പറേഷൻ പുനഃസംഘടനയ്ക്ക് കർശനമായ മാനദണ്ഡങ്ങൾ വേണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാണ്. പാർട്ടി ഭാരവാഹിത്വവും ഇത്തരം പദവികളും ഒരുമിച്ച് അനുവദിക്കരുതെന്ന അഭിപ്രായമാണ് നേതാക്കൾക്ക്. അർഹതയുണ്ടായിട്ടും മത്സര രംഗത്ത് നിന്നും മാറി നിൽക്കേണ്ടി വന്നവർക്ക് മുൻഗണന നൽകും. 14 DCCകളിലും പുതിയ പ്രസിഡന്റുമാർ വരുമ്പോൾ സ്ഥാനമൊഴിയുന്നവർക്കും ഇതേ പരിഗണനയുണ്ടാകും. മുൻ MPമാർ, മുൻ MLA-മാർ, നേരത്തെ ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ പദവി വഹിച്ചിട്ടുള്ളവർ എന്നിവരെയും മാറ്റി നിർത്തണമെന്ന് വാദിക്കുന്നവരുണ്ട്. മത്സരിച്ച് പരാജയപ്പെട്ടവരെയും പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ്. സംസ്ഥാനത്തെ ഭരണകക്ഷിയായ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പത്തിന് തിരികൊളുത്തി പുതിയ സമവാക്യങ്ങൾ. മുഖ്യമന്ത്രി VD സതീശൻ ക്യാമ്പിലെ ഏറ്റവും വിശ്വസ്തനും എറണാകുളത്തെ കോൺഗ്രസിലെ ഒരു അതിശക്തനായ നേതാവിനെ മുഖ്യമന്ത്രി തന്റെ താവളത്തിൽ നിന്നും പുകച്ചു പുറത്തു ചാടിക്കാൻ ഒരുങ്ങുന്നതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ പ്രമുഖ നേതാവിനെ ഭരണപരമായതും പാർട്ടിപരവുമായ സകല കാര്യങ്ങളിൽ നിന്നും അകറ്റി നിർത്താനാണ് VD സതീശന്റെ നീക്കം. അതായത് നിഴലായി നടന്നിരുന്ന വൻമരത്തെ വെട്ടിമാറ്റി കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഭരണത്തിലും കൂടുതൽ പിടിമുറുക്കുകയാണ് VDS. സംശയ നിഴലിലുള്ള ആരെയും ചേർത്ത് നിർത്തില്ലെന്ന സന്ദേശം ഇതിലൂടെ മുഖ്യമന്ത്രി നൽകുകയാണ്. ഈ നടപടിയിലൂടെ താൻ തന്നെയാണ് അനിഷേധ്യനായ നേതാവെന്ന് തെളിയിക്കുകയാണ് സതീശൻ. വളരെ നാളുകളായി ഇരുവരും തമ്മിൽ പുകഞ്ഞുകൊണ്ടിരുന്ന അസ്വാരസ്യങ്ങളാണ് ഇപ്പോൾ പരസ്യമായി പുറത്തു വന്നിരിക്കുന്നത്. ഹൈക്കോടതിയിലെ നിർണായകമായ ചില സർക്കാർ അഭിഭാഷക നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് അണിയറയിൽ നടന്ന വലിയ തോതിലുള്ള കള്ളക്കളികളാണ് സതീശനെ ചൊടിപ്പിച്ചത്. പാർട്ടിക്കും ഗ്രൂപ്പിനും വേണ്ടി നിൽക്കുന്നുവെന്ന് വരുത്തി തീർത്ത് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും പലതും നിയന്ത്രിക്കാനും ഈ നേതാവ് ചില അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയതായി സതീശൻ തിരിച്ചറിഞ്ഞു. വിശ്വസ്തന്റെ ഉടുപ്പിട്ട് കൂടെ നടന്ന് തന്റെ ഭരണത്തിന് തന്നെ കൂടി തോണ്ടുകയാണോ ഇയാളെന്ന് വൈകിയെങ്കിലും മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞുവെന്നാണ് ചില വിശ്വസ്ത കേന്ദ്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്കും അധികാര കയറ്റത്തിനും എറണാകുളം അച്ചുതണ്ട് ശക്തമാക്കിയ മുഖ്യമന്ത്രി സതീശന് ഈ പുതിയ നീക്കം ഒരു വലിയ ആഭ്യന്തര പ്രതിസന്ധിയാണെങ്കിലും ഒട്ടും വിട്ടുവീഴ്ച വേണ്ടെന്ന തീരുമാനത്തിലാണ് മുഖ്യമന്ത്രി. ഗ്രൂപ്പ് മാനേജർ ചമഞ്ഞ നേതാവ് നടത്തിയ പല ഇടപാടുകളും മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന രീതിയിലേക്ക് വളർന്നിരുന്നു. ഇതേ തുടർന്നാണ് വച്ചുപുറപ്പിച്ചാൽ ഭരണത്തിൻ്റെ നിയന്ത്രണം കൈവിട്ടു പോകുമെന്ന വിലയിരുത്തലിൽ നേതാവിനെ പറിച്ചറിയാൻ മുഖ്യമന്ത്രി നിർബന്ധിതനായത്. അധികാര കസേരയിലിരുന്ന് ഇനി മുതൽ വളരെ കരുതലോടെ ജാഗ്രതയോടെ മുന്നോട്ട് പോകും എന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് മുഖ്യമന്ത്രി വെട്ടിനിരത്തലിലൂടെ തൻ്റെ സ്വന്തം പാളയത്തിന് തന്നെ നൽകിയിരിക്കുന്നത്.
കൂടെ നിൽക്കുന്നവർ ആരൊക്കെയാണ്, പിന്നിൽ നിന്ന് കുത്തുന്നവർ ഏതെല്ലാം എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞുള്ള ഒരു കൃത്യമായ നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവാദത്തിലേക്ക് തന്നെ എത്തിക്കും മുൻപ് അതിശക്തമായ നടപടികളെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് സതീശന്റെ തീരുമാനം.